വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഓംലെറ്റ് വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. നമ്മൾ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാം. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ബിരിയാണിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ മതി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓംലെറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കണ്ടേ, അത് തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഓംലെറ്റിന് അടിക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് മുട്ട. അപ്പോൾ ഓംലെറ്റിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞാൽ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. സാധാരണ ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ ഭാഗം ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പാനിന് മാറ്റിയതിന് ശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നീളത്തിലാട്ടോ ചെയ്തെടുക്കുന്നത്, അപ്പോൾ കാണാനൊരു ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട, ഒരു 3 ഗ്രാമ്പൂ, ഒരു 2 ഏലക്ക, പിന്നെ ഒരു 2 പിഞ്ച് പെരിഞ്ചീരകം കൂടി എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിൽ എഴുതാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വഴറ്റിയെടുക്കണം. കുറച്ച് എളുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് സവാള വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് ഒന്ന് തുറന്നിട്ട് വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ ഒരു സമയത്ത് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുക്കായി വരുന്ന സമയത്ത് ഒരു 2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം തക്കാളി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നവരെ തന്നെ വേവിച്ചെടുക്കണം. ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. നാരങ്ങ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓംലെറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക, മസാലക്കൂട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ഇതേപോലെ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇനി അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ജീരകശാല റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് റൈസാണ്. ഒരു 5 മിനിറ്റ് ഞാൻ കുതിർത്തി വെച്ചിട്ടുമുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം. ബസ്മതി ആണെങ്കിൽ ബസ്മതി ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് തിളച്ച ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിന വേണമെങ്കിൽ പുതിനയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത്. വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നത് മിക്സ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ അടച്ച് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ ചൂടൊക്കെ കൊണ്ട് നല്ല കറക്റ്റ് പാകത്തിന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ സമയമുണ്ടെങ്കിൽ നല്ല ഒരു ദമ്മിലിട്ട ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് പകരം നിങ്ങൾക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് സാധാരണ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ചെയ്തെടുത്താലും മതി. കറക്റ്റ് ആ ഒരു പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുമുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഒരുവിധം എല്ലാ ബിരിയാണി സാലി കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏത് ബിരിയാണിയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സാലിന്നോ സാലി കിച്ചണെന്നോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ബിരിയാണി കിട്ടിക്കോളും.
പിന്നെ ഈ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നമുക്ക് ലഞ്ചിനായാലും ഡിന്നറിനായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാതെ പോലെ പ്ലീസ്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്